എന്നതാണ് നമുക്കറിയേണ്ടത്. കണ്ണൂരിൽ നിന്നും നമുക്കൊപ്പം അർജുൻ കല്യാട് തത്സമയം തന്നെ ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, കണ്ണൂരിൽ താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് 83 കടക്കുമോ ഈ പോക്ക് പോയാൽ? അരുൺകുമാർ, 83 കടക്കുന്നതിനേക്കാൾ വലിയ ആശങ്ക കണ്ണൂരിൽ പല ബൂത്തുകളിലും നീണ്ട നിരയാണ് വോട്ടർമാരുടെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നതെന്നാണ്. ഇപ്പോൾ ഏകദേശം 68% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ മണ്ഡലത്തിൽ മുഴുവനായെങ്കിലും ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിര പല പോളിംഗ് ബൂത്തുകളിലും കാണാൻ വേണ്ടി കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ 161 നമ്പർ ബൂത്തിലാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 300-നടുത്ത് പേർ ഏകദേശം തന്നെ സ്ത്രീകളും പുരുഷന്മാരുമായി വരിയിൽ നിൽക്കുകയാണ്. നീണ്ട നിര, ഏകദേശം 10-200 സ്ത്രീകൾ തന്നെ വരിയിൽ നിൽക്കുക. നമുക്ക് ഒറ്റ ഷോട്ടിൽ തന്നെ നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാൻ വേണ്ടി കഴിയും. നമ്മൾ ഇത്ര നേരം കണ്ടതിൻ്റെ തുടർച്ചയാണ്. ഇപ്പോഴും വരി നീളുകയാണ്. പുറത്തേക്ക് പോലും വരി നീളുന്ന അത്രയും വലിയ രീതിയിലുള്ള ക്യൂ ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം മണിക്കൂറുകളായി ഇവരെല്ലാവരും തന്നെ ക്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ്. നമുക്ക് ഇവരോട് തന്നെ പ്രതികരണം. എത്ര സമയമായി കുറേ സമയമായി വന്നിട്ട്? ഏകദേശം എത്ര സമയം ഉണ്ടാവും? 1 മണിക്കൂറിന് മുകളിലായി. എത്ര സമയം? 1 മണിക്കൂറിന്. ഇതാണ് ഏകദേശം 1 മണിക്കൂറായി ക്യൂവിൽ നിൽക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇപ്പോഴും നീണ്ട നിര തന്നെയാണ്. പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. എത്ര സമയമായി ക്യൂ നിൽക്കുന്നത്? നമ്മൾ രാവിലെ വന്നിട്ട് മടങ്ങിപ്പോയി, മിഷന് കേടായിട്ട് 6:30 വന്നിട്ട് 8 മണി വരെ നിന്നിട്ട് പോയി. എന്നിട്ട് ഇപ്പം പണിയും കഴിഞ്ഞ് വന്നിട്ട് ആദ്യം ഇവിടെ വന്നു. 4 മണിക്കേ വന്നിന്, ഒന്നും ചെയ്തില്ല. 1.25 മണിക്കൂർ 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറായി. നിൽക്കാൻ കഴിയാത്തോണ്ടിരിക്കുന്ന മുട്ടുവേദന ആയതുകൊണ്ടിരിക്കുന്ന മോനെ. ഏകദേശം എത്ര സമയത്ത് വന്നിരുന്നു? 1.5 മണിക്കൂറിലധികമായി. ഇത് സ്ത്രീകളുടെ ഭാഗത്തെ കാഴ്ച. സ്ത്രീകളുടെ വരിയാണെങ്കിൽ നേരെ മറിച്ച് പുരുഷന്മാരുടെ ഭാഗത്തും സമാനമായ രീതിയിൽ തന്നെ ക്യൂ ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏകദേശം നോക്കുക, ഏകദേശം തന്നെ ഇതിങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ്. എത്രയോ അധികം ആൾക്കാർ, 100-150 ആൾക്കാർ ഇപ്പോഴും തന്നെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ ഈ ബൂത്തിൽ നിൽക്കുകയാണ്. ഈ ബൂത്തിൽ ആകെ 1367 വോട്ടർമാരാണുള്ളത്. നിലവിലിപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 839 പേരാണ്. ബാക്കിയുള്ള ഏകദേശം 100-300ഓളം വോട്ടർമാർ ഇപ്പോഴും തന്നെ ക്യൂവിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ 6 മണിക്കാണ് പോളിംഗ് അവസാനിപ്പിക്കേണ്ട സമയം. ആ സമയത്ത് എത്ര പേരാണോ ക്യൂവിലുള്ളത് അത്രയും പേർക്ക് പ്രിസൈഡിംഗ് ഓഫീസർ ടോക്കൺ നൽകുന്നതാണ് ക്രമീകരണം. ഒരുപക്ഷെ അത് 7 മണിക്കോ 8 മണിയിലേക്കോ നീണ്ടുപോയാൽ തന്നെ അത്ഭുതപ്പെടാനില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. ചേട്ടാ, എത്ര സമയം ഏകദേശം ക്യൂവിൽ നിൽക്കാൻ തുടങ്ങി? അരമണിക്കൂറോളായി. പകുതി പോലും എത്തിയില്ല. രാവിലെ വന്നിട്ട് തിരിച്ചു പോയവരാണ്. 1.5 മണിക്കൂർ ഈ ബൂത്തിൽ ഇത്തരത്തിൽ എന്താ പറയുക, പോളിംഗ് മെഷീനുകൾ തകരാറിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ വന്ന് 7 മണിക്കൊക്കെ വന്ന് വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോയവർ ഈ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഒരു പ്രയാസമായി. 1.5 മണിക്കൂർ പോളിംഗ് ഡിലേ ആകുന്നൊരു സാഹചര്യം. വോട്ട് ചെയ്തോ ഏട്ടാ? 2 മണിക്കൂറാണ് എടുത്തത് സമയം. 2 മണിക്കൂർ വോട്ട് ചെയ്തു. ഇവിടെ നിന്ന് 2 മണിക്കൂറിലധികം സമയം എടുത്തിട്ടാണ് വോട്ട് ചെയ്തത്. എടുത്തിട്ട് വളരെ വിഷമല്ലേ. ചൂടിൻ്റെ കാര്യം പറയണ്ട. ഇത് മെല്ലെയാണോ പോകുന്നത്? അതുകൊണ്ടാണോ? മെഷീൻ എന്തോ കേടാണെന്നാണ് പറയുന്നത്. എന്തോ ശബ്ദത്തിൽ VVPAT മെഷീൻ താമസം എടുത്തിട്ട് മാത്രമേ അതിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഓരോ വോട്ടർമാർക്ക് കൊടുക്കുന്ന സമയം കൂടുതൽ, ഒരു 5 മിനിറ്റിലധികം ചില സമയത്ത് പോകുന്നുണ്ടാവും. പ്രായമായവരൊക്കെ വരുമ്പോൾ അതിലധികം സമയം. അത് വേറെ വിഷമല്ലേ. ഓക്കെ, വലിയ ഒരു പ്രയാസമാണ് ഇവിടെയുള്ള വോട്ടർമാരെല്ലാം അനുഭവിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറോട് സംസാരിക്കുന്ന സമയത്ത്